ഹൈന്ദവ ലോകത്ത് തീർത്ഥാടനം, മരണം, വിലാപം എന്നിവയുടെ പാരമ്പര്യങ്ങളിൽ കേന്ദ്രസ്ഥാനമുള്ള വടക്കേ ഇന്ത്യയിലെ ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു നഗരമാണ് വാരണാസി. ബനാറസ് എന്നും അറിയപ്പെടുന്ന വാരണാസി ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ ഒരു നഗരമാണ്. നഗരത്തിലെ പുരാതന തെരുവുകൾ, ഇടുങ്ങിയ ഇടവഴികൾ, ഊർജ്ജസ്വലമായ വിപണികൾ, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവയാൽ അറിയപ്പെടുന്നു. ചരിത്രപരമായ ക്ഷേത്രങ്ങൾ, ഘാട്ടുകൾ, കരകൗശല വസ്തുക്കൾ മുതൽ തെരുവ് ഭക്ഷണം വരെ വിൽക്കുന്ന പരമ്പരാഗത കടകൾ എന്നിവയാൽ ഈ തെരുവുകൾ നിറഞ്ഞിരിക്കുന്നു. വാരണാസിയുടെ ചരിത്രത്തിന്റെയും ആത്മീയതയുടെയും ഒരു നിധിശേഖരമാണ് പഴയ നഗരപ്രദേശം. തെരുവ് ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന കാറ്റി. ചെറിയ ടെമ്പറേച്ചറിലാണ് ഇത് കുക്ക് ചെയ്ത് എടുക്കുന്നത്. വാരണാസി അതിന്റെ രുചികരമായ തെരുവ് ഭക്ഷണത്തിന് പേരുകേട്ടതാണ്. ഇത് പലപ്പോഴും നഗരത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു. വാരണാസിയിലെ തെരുവ് ഭക്ഷണ രംഗം വൈവിധ്യപൂർണ്ണമാണ്. വ്യത്യസ്ത അഭിരുചികളും മുൻഗണനകളും തൃപ്തിപ്പെടുത്തുന്നതിന് വൈവിധ്യമാർന്ന ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു. ചരിത്രപരമായ ക്ഷേത്രങ്ങൾ, ഘാട്ടുകൾ, കരകൗശല വസ്തുക്കൾ മുതൽ തെരുവ് ഭക്ഷണം വരെ വിൽക്കുന്ന പരമ്പരാഗത കടകൾ എന്നിവയാൽ ഈ തെരുവുകൾ നിറഞ്ഞിരിക്കുന്നു. വാരണാസിയിലെ കാലഭൈരവ ക്ഷേത്രം ശിവന്റെ ഉഗ്രരൂപമായ കാലഭൈരവനെ ആരാധിക്കുന്ന ഒരു പ്രധാന ഹിന്ദു ക്ഷേത്രമാണ്. വാരണാസിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇത് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ ക്ഷേത്രം അതിന്റെ സവിശേഷമായ ആചാരങ്ങൾക്ക് പേരുകേട്ടതാണ്. കൂടാതെ ഭക്തർക്ക് സംരക്ഷണവും ആത്മീയ വളർച്ചയും വാഗ്ദാനം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാഗപഞ്ചമി, ഭൈരവ അഷ്ടമി തുടങ്ങിയ ഉത്സവങ്ങളിൽ ക്ഷേത്രം ധാരാളം ഭക്തരെ ആകർഷിക്കുന്നു. ഗംഗാ നദിക്കരയിൽ നിരവധി ഘാട്ടുകൾ വാരണാസിയിലുണ്ട്. ഏകദേശം 88 മുതൽ 90 വരെ ഘാട്ടുകൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് നഗരത്തിലെ ചരിത്രപരമായ ഘട്ടുകൾ പര്യവേക്ഷണം ചെയ്യാനും അതിന്റെ ഊർജ്ജസ്വലമായ സംസ്കാരത്തിന് സാക്ഷ്യം വഹിക്കാനും നിങ്ങളെ അനുവദിക്കുന്നു. ഏറ്റവും പ്രശസ്തമായവയിൽ ചിലത് ഇവയാണ്: ദശാശ്വമേധ ഘട്ടി, അസി ഘട്ട്, മണികർണിക ഘട്ട്, ഹരിശ്ചന്ദ്ര ഘട്ട്, കേദാർ ഘട്ട്. ഘാട്ടുകൾ അവയുടെ ആത്മീയ പ്രാധാന്യത്തിന് മാത്രമല്ല, വാസ്തുവിദ്യ, സാംസ്കാരിക മൂല്യത്തിനും പ്രധാനമാണ്. അവിടെ തീർത്ഥാടകർ കുളിക്കുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സംഗീതം, കല, ബനാറസി സിൽക്ക് പോലുള്ള പരമ്പരാഗത കരകൗശല വസ്തുക്കൾ എന്നിവയുൾപ്പെടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഈ നഗരം പേരുകേട്ടതാണ്. വാരണാസിയിലെ ഗംഗാ നദി ബോട്ട് സർവീസുകൾ ശാന്തവും ആത്മീയവുമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നു. ഗംഗാ നദി ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമാനികളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. പ്രത്യേകിച്ച് 3892 മീറ്റർ ഉയരമുള്ള ഗൗമുഖിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഭാഗീരഥി നദിയിൽ നിന്നാണ്. ഏഷ്യയിലെ ഒരു അതിർത്തി നദിയാണ് ഗംഗാ നദി. ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്നു. ഹിന്ദുമതത്തിലെ ഏറ്റവും പുണ്യനദികളിൽ ഒന്നാണിത്. ഗംഗാ ദേവതയായി ആരാധിക്കപ്പെടുന്നു. കൂടാതെ അതിന്റെ തടത്തിൽ താമസിക്കുന്ന കോടിക്കണക്കിന് ആളുകളുടെ ജീവനാഡിയുമാണ്. ഏകദേശം 2525 കിലോമീറ്റർ നീളമുള്ള ഈ നദി വടക്കൻ കിഴക്കൻ ഇന്ത്യയിലൂടെ നീണ്ടുകിടന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗംഗ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്നു. 20,000 കോടി ബജറ്റിൽ ആരംഭിച്ച സംയോജിത സംരക്ഷണ ദൗത്യമായ നമാമി ഗംഗ പരിപാടിയിലൂടെ ഗംഗാ നദി വൃത്തിയാക്കാൻ ഇന്ത്യൻ സർക്കാർ ഗണ്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മലിനജലം സംസ്കരിക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ, ഖരമാലിന്യങ്ങളിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നും നദിയുടെ ഉപരിതലം വൃത്തിയാക്കൽ. ഹിന്ദുമതത്തിൽ ഇത് ഒരു പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ഗംഗാ നദിക്കരയിലുള്ള ഘട്ടുകൾക്ക് വാരണാസി പ്രശസ്തമാണ്. അവിടെ തീർത്ഥാടകർ കുളിക്കുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സംഗീതം, കല, ബനാറസി സിൽക്ക് പോലുള്ള പരമ്പരാഗത കരകൗശല വസ്തുക്കൾ എന്നിവയുൾപ്പെടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഈ നഗരം പേരുകേട്ടതാണ്. 2014 മുതൽ ഗംഗ വൃത്തിയാക്കുന്നതിനായി സർക്കാർ 13,000 രൂപ കോടി ചെലവഴിച്ചു. നദിയുടെ വലിയ ഭാഗങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ജലത്തിന്റെ ഗുണനിലവാരത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അളവ് കുറഞ്ഞു. ഇത് മലിനീകരണം കുറഞ്ഞതായി സൂചിപ്പിക്കുന്നു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നദിയുടെ ജല ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കുന്നു. വ്യാവസായിക മാലിന്യങ്ങളും സംസ്കരിക്കാത്ത മലിനജലവും നദിയെ മലിനമാക്കുന്നത് തുടരുന്നു. നദീതീരങ്ങളിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത് പോലുള്ള സാമൂഹികവും സാംസ്കാരികവുമായ രീതികൾ പ്രാദേശിക മലിനീകരണത്തിന് കാരണമാകുന്നു. ജലചൂഷണവും അണക്കെട്ട് നിർമ്മാണവും നദിയുടെ ഒഴുക്കിനെയും ഗുണനിലവാരത്തെയും ബാധിക്കുന്നു. ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യം പ്രധാന വെല്ലുവിളിയാണ് ഗംഗാനദിക്ക്. കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ഈ കാണുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രം ശിവൻ സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണിത്. വക്ഷേത്രങ്ങളിൽ ഏറ്റവും പവിത്രമായത്. ഇന്ത്യയിലെ വാരണാസിയിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് 2500 വർഷത്തിലേറെ നീണ്ടുനിൽക്കുന്ന സമ്പന്നവും സങ്കീർണവുമായ ചരിത്രമുണ്ട്.
ഐതിഹ്യമനുസരിച്ച് പുരാതന കാലത്ത് രാജാവ് വിക്രമാദിത്യൻ അല്ലെങ്കിൽ രാജാവ് ഹരിശ്ചന്ദ്രൻ ആണ് യഥാർത്ഥ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിന്റെ ചരിത്രം, പ്രാധാന്യം, വാസ്തുവിദ്യ, ഊർജ്ജസ്വലത എന്നിവയിലൂടെ നമുക്ക് വിസ്മയിപ്പിക്കുന്ന ഒരു യാത്ര ആരംഭിക്കാം. വാരണാസിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ഇന്ത്യയുടെ അഗാധമായ ആത്മീയ പൈതൃകത്തിന്റെയും തെളിവായി നിലകൊള്ളുന്നു. ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു പുണ്യസ്ഥലമാണ് വാരണാസിയിലെ അഹല്യഭായ് ഘട്ട്. ശാന്തവും ആത്മീയവുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. 18-ാം നൂറ്റാണ്ടിലെ രാജ്ഞി അഹല്യഭായ് ഹോൾക്കറുടെ പേരിലുള്ള ഈ ചരിത്രപരമായ ഘട്ട് സാംസ്കാരിക മൂല്യം, വാസ്തുവിദ്യയ്ക്കും പ്രാധാന്യം കൊള്ളുന്നു. ബോട്ടിലെ സർവീസുകാരൻ ഇവിടുത്തെ തന്നെ ഒരു സ്വദേശിയാണ്. ഇദ്ദേഹം വാരണാസിയിലെ ഗാർഡിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബോട്ടിലെ ആദരവായ എല്ലാവരും നോർത്ത് ഇന്ത്യക്കാരാണ്. രാവിലെയും ഉച്ചയ്ക്കു ശേഷവും ആണ് വാരണാസി എക്സ്പ്ലോർ ചെയ്യാൻ ബോട്ട് സർവീസിലെ അനുയോജ്യമായ കാലാവസ്ഥ. हम लोग का है। यहाँ लोग जब निषाद जयंती रहता है ना, तो यहाँ पर हम लोग का वो आता है जलूस, तो पूरी बनारस बंद रहता है अभी। हाँ, ये नाव लोग भी कुल बंद हो जाता है पूरा बनारस। वो दिन हम लोग को ये जलूस आता है। हाँ, 3000 आदमी का। कौन सा भगवान है अंदर? ये मंदिर है। मंदिर के अंदर देवी देवता का कुल है। ये हमेशा बंद रहता है, वो नहीं खुलता है, 7 रात दिन खुलता है। घाट का नाम बदैनी घाट है। 80 घाट आगे है। कितना बजे चालू होता है? आरती नहीं होगा, आरती नहीं होगा, आरती बंद है। आरती बंद है। हाँ, आरती बंद है। घटना जब से ब्याह तब से आरती बंद है। अब आरती चालू कर लिए कि नियम आरती देगा तब चालू होगा, नहीं तो चालू नहीं होगा ना। अपने मन का तो कोई है नहीं चालू कर देगा ना। ये सब घाट यहाँ से मेन घाट में पूरी आरती बंद है। हाँ, घटना हो गया तो बहुत कई घटना हो चुका ना, नैयारों में बहुत आदमी डूब चुके हैं। हाँ, ये मेजर आरती बंद कर दिया है, चाहे गंगा आरती में नाम बहुत से लगता है ना। ये गंगा जाती है, गंगा जाती है, बड़ा बड़ा फोटो खींचाते ना, फोटो लिए है। നമ്മുടെ ബോട്ട് യാത്ര ചെയ്തു പോകുന്നത് നേരെ ബനാറസിലേക്കാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം കണ്ടു മടങ്ങി നേരെ പോയത് വാരണാസിയിലെ പ്രശസ്തമായ മണികർണിലേക്ക് ആയിരുന്നു. ഇവിടെ രണ്ടിടത്തും ആയിട്ടായിരുന്നു രാത്രി മൊത്തം ചെലവഴിച്ചത്. സമ്പന്നമായ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിന് പേരുകേട്ടതാണ് ബനാറസ് വാരാണസി. ഇവിടെ എത്തിയതും ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. വാരണാസി എന്താണെന്ന് അഘോരികളുടെ കണ്ണിൽ നമുക്ക് കാണാം. ഈ ഭൂപ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണ് അഘോരികൾ. ആത്മീയത, തന്ത്രം, സന്യാസം എന്നിവയുടെ സവിശേഷമായ ഒരു മിശ്രിതം ആചരിക്കുന്ന ഒരു നിഗൂഢ ഹിന്ദു വിഭാഗമാണ് അഘോരികൾ. അഘോരികൾ യാഥാർത്ഥ്യത്തിന്റെ ദ്വന്ദ്വ സ്വഭാവത്തിൽ വിശ്വസിക്കുകയും പരമ്പരാഗത സാമൂഹിക മാനദണ്ഡങ്ങൾ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആത്മീയ വിമോചനം നേടുന്നതിനായി അവർ ധ്യാനം, യോഗ, ആചാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന തീവ്രമായ ആത്മീയ വിഷയങ്ങൾ പരിശീലിക്കുന്നു. ബഹുമാനവും ജാഗ്രതയും. അഘോരികളുമായി ഇടപഴകുമ്പോൾ അവരുടെ അതുല്യമായ ആചാരങ്ങളും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനത്തോടെയും ജാഗ്രതയോടെയും സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദേശികൾ പോലും വാരണാസിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സന്ദർശിക്കാറുണ്ട്. അഘോരികൾ അദ്വൈത വേദാന്തത്തിന്റെ ദ്വൈതവിരുദ്ധ തത്വചിന്തയിൽ വിശ്വസിക്കുന്നു. എല്ലാം ശിവന്റെയോ ദൈവികതയുടെയോ പ്രകടനമായി കാണുന്നു. ഇന്ത്യയുടെ ആത്മീയ ഭൂപ്രകൃതിയിൽ, പ്രത്യേകിച്ച് നഗരങ്ങളിൽ, അഘോരികൾ ഒരു പങ്ക് വഹിക്കുന്നു.